ഹാഡ് ബീൻ എവിടെയാണ് ഉപയോഗിക്കുക? എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? റിയൽ ലൈഫിൽ വരുമ്പോൾ നമ്മൾ എവിടെയാണ് അത് ഉപയോഗിക്കാറുള്ളത്? വിശദമായി നോക്കാം. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് ഹാഡ് ബീൻ ഉപയോഗിക്കാറുള്ളത്. നമ്മുടെ റിയൽ ലൈഫിൽ വരുമ്പോൾ പണ്ടെപ്പോഴോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആക്ഷനെ കുറിച്ച് പറയുമ്പോഴാണ് ഹാഡ് ബീൻ ഉപയോഗിക്കുക. ഒന്ന് പറഞ്ഞു നോക്കാം. ഫോർമാറ്റ് ഇതാണ്: സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബീൻ പ്ലസ് വെർബിന്റെ ING ഫോം. ടൈം മെൻഷൻ ചെയ്യാൻ വേണ്ടി സിൻസ് അല്ലെങ്കിൽ ഫോർ. മുഴുവൻ ടൈം പീരീഡും പറയുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുക. അതല്ല സ്റ്റാർട്ടിംഗ് ടൈം മാത്രമാണ് പറയുന്നതെങ്കിൽ സിൻസ് ഉപയോഗിക്കുക. മുതൽ എന്നാണ് സിൻസിന്റെ മലയാളാർത്ഥം വരിക. ഒരു എക്സാമ്പിൾ പറയട്ടെ. 2 വർഷമായി അവൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ദെയർ ഫോർ 2 years. 2 years എന്നുള്ളത് ആ കംപ്ലീറ്റഡ് ടൈമാണ്. ഇന്നലെ മുതൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതായത് ഇപ്പോൾ ആ ഒരു ആക്ഷൻ നടക്കുന്നില്ല. ഐ ഹാഡ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് യെസ്റ്റർഡേ. ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് ഇന്നലെ മുതൽ, സിൻസ് യെസ്റ്റർഡേ. 3 മാസമായിട്ട് ഞാൻ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ഹാഡ് ബീൻ റീഡിംഗ് ദിസ് ബുക്ക് ഫോർ 3 months. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.